ഇത് ന്യൂസിൽ ഒരു കഴിഞ്ഞ മാസം എനിക്കൊന്ന് ഡിസംബർ ലാസ്റ്റിലൊക്കെ ന്യൂസിലുണ്ടായിരുന്നു വലിയൊരു വാർത്തയായിട്ട്. കാരണം നമ്മളെ ചാന്ദ്രയാൻ 2ൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഫെയിലിയറിന് ശേഷം ISRO ബ്രീഫ് ചെയ്തപ്പോൾ അവർ നെക്സ്റ്റ് പ്രൊജക്റ്റിൻ്റെ കൂട്ടത്തിൽ ഗഗൻയാനും ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ, വാട്ട് യു മീൻ ബൈ സ്പേസ് സ്റ്റേഷൻ? ഇപ്പം നിലവിലൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടോ? അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് ISS എന്നാണ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇത് ഏതൊക്കെ ഏജൻസികൾ കൂടിയിട്ടാ? അത് നാസ, ജാക്സ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി, ഒരു മിനിറ്റ്, റഷ്യ. ഇതാണ് ഡയറക്റ്റ് പാർട്ടിസിപ്പൻസ്. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരാണ്. പിന്നെ ഇപ്പോൾ പലരെയും ഇൻവൈറ്റീസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ ജാക്സ? ജപ്പാനീസ് സ്പേസ് ഏജൻസിയാണ് ജാക്സ. അത് അവരുടെ എന്തോ ലോക്കൽ ടേമാണ് എക്സ്. ESA ഈസ് യൂറോപ്യൻ യൂണിയൻ, CSA ഈസ് കനേഡിയൻ സ്പേസ് ഏജൻസി ആൻഡ് റഷ്യ. ഇത്രയാണ് ഇപ്പം നിലവിൽ ISSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാവിങ് എ സ്പേസ് സ്റ്റേഷൻ? ഒരു സ്പേസ് സ്റ്റേഷനിലുള്ള ഗുണം എന്താ? അവിടെ പറഞ്ഞോ. ഒന്ന്, സീറോ ഗ്രാവിറ്റിയിൽ ചെയ്ത് നോക്കേണ്ട പല എക്സ്പെരിമെൻറ്റും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പല സയൻറ്റിഫിക് സ്റ്റഡി നടത്തുമ്പോൾ ചില സയൻറ്റിഫിക് സ്റ്റഡീസ് ഗ്രാവിറ്റി ഇല്ലാത്ത കണ്ടീഷനിൽ ആ ഒരു കെമിക്കൽ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് സ്ഥിരമായൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടത്തേക്ക് ആളെ ലോഞ്ച് ചെയ്യാം, അവർക്കൊരു 6-7 months അവിടെ സ്പെൻഡ് ചെയ്യാം, അവിടെ നിന്ന് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം, തിരിച്ചു വരാം. പിന്നെന്താ, അവിടെ നമ്മൾ ഹബിൾ ടെലിസ്കോപ്പ്, വലിയൊരു ടെലിസ്കോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താ? അത് വെച്ചിട്ടാണ് നമ്മൾ മറ്റ് ഗാലക്സീസും മിൽക്കി വേക്ക് സിമിലർ ആയിട്ടുള്ള മറ്റ് ഗാലക്സികൾ എവിടെയാണ്, പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ, ഡെബ്രിസ് എന്തെങ്കിലും എർത്തിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, മൂണിൻ്റെ എർത്തിന് ഇടയിലുള്ള പാത്വേ എങ്ങനെയാണ്, മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ഇതൊക്കെ നോക്കുന്നത് സ്പേസ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് എർത്ത് ഓൾസോ, ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഓഫ് എർത്ത്, ക്ലൈമാറ്റിക് പ്രഡിക്ഷൻസ്, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, പല ഏജൻസികളുടെയും കോർഡിനേറ്റഡ് സ്ഥലവും കൂടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ആൾ പോകുന്ന മിഷനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനായിട്ട് ISSനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ലോവർ എർത്ത് ഓർബിറ്റിൽ എത്തിക്കുക, ISSൽ സ്പെൻഡ് ചെയ്യാം, അവിടെ നിന്ന് അടുത്ത ജമ്പ് എന്ന രീതിയിൽ ചെയ്യാം. ഇതെങ്ങനെയാണ്? കണ്ടിന്യൂസ്ലി ബിൽഡിംഗ് ആണോ അല്ല ഒറ്റയടിക്ക് ബിൽഡ് ചെയ്താണോ? കണ്ടിന്യൂസ് ബിൽഡിംഗ് ആണോ സിംഗിൾ ബിൽഡാണോ? ISS കണ്ടിന്യൂസ് ബിൽഡാണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ ലോഞ്ചിലും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുപോകേണ്ട സപ്ലൈസും കൊണ്ടുപോകുന്നുണ്ട്, ഇതിനെ ഗ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇതേപോലെ ഇന്ത്യ ഇറ്റ്സ് ഓൺ ഒരു സ്പേസ് സ്റ്റേഷൻ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. ഇത് 400 kilometers എബോവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 20 ton എങ്കിലും വെയിറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. 400 kilometer 20 ton. ഇവിടെ ഒരു സാറിൻ്റെ ആൾക്ക് 5 to 7 days സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഒരു ലോഞ്ചിൽ ഒരു GSLVക്കൊക്കെ എത്ര വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റും? ചാന്ദ്രയാൻ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അറിയോ? ക്ലോസ് ടു 3900, അതായത് 4 ton എടുത്തായിരുന്നു. അപ്പോൾ ഒരു ലോഞ്ചിൽ ലിയോ വരെയൊക്കെ എത്തണമെങ്കിൽ, ലോവർ എർത്ത് ഓർബിറ്റ് വരെയൊക്കെ എത്തിക്കണമെങ്കിൽ നമ്മളൊരു GSLVക്ക് ഏകദേശം 4 ton ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 20 ton അവിടെ എത്തിക്കണമെങ്കിൽ തന്നെ എത്ര ലോഞ്ച് വേണം? മിനിമം 5 ലോഞ്ചെങ്കിലും വേണം. 5 അല്ല, മിനിമം 5 to 10 ലോഞ്ചസ് അതിന് തന്നെ വേണം. അപ്പോൾ ഇതൊരു ലോങ് ടേം പ്രൊജക്റ്റാണ്. പക്ഷേ വി ഹാവ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ സിമിലർ ടു ISS. Project duration is 5 to 8 years. ഇത് 5 to 7 days അല്ല കേട്ടോ, 15 to 20 days ആണ് അവിടെ നിൽക്കാൻ പറ്റുന്നത്. 15 to 20. $400 kilometer above Earth and 20 ton net weight. ഇനി വേറെ ആരെങ്കിലും ഇന്ത്യക്ക് പുറമേ ഇത് ഈ പ്ലാൻ ഇടുന്നുണ്ടോ? നമ്മൾ ചൈന ആക്റ്റീവായിട്ട് 2020 ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്രം ചൈന. അപ്പോൾ അതും കൂടെ കേട്ടുകൊണ്ടാണ് നമ്മളും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു കാരണം. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? US and Russia are also planning to create setup separate space stations.
ഇനി റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേരറിയോ? ഭയങ്കര ഫേമസ് ആണ്, PSC ഒക്കെ ചോദിക്കാറുണ്ട്. റോസ്കോസ്മോസ് ആണ്. കോസ്മോസ് എന്ന് വെച്ചാൽ റഷ്യനിൽ സ്പേസ് ആണ്. റോസ്കോസ്മോസ് റഷ്യൻ സ്പേസ്, റോസ്കോസ്മോസ്. എഴുതിയോ? അപ്പം ഇത് എത്രത്തോളം ഫീസിബിളായ പ്രൊജക്റ്റാണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഒരു മാപ്പിംഗ് നോക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എഴുതുക, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് എക്കണോമിക്സിലും വരുന്നുണ്ട്, അതിൻ്റെ കറണ്ട് അഫയേഴ്സിലും വരുന്നുണ്ട്, ഗവൺമെൻറ് പ്രൊജക്റ്റുകളുടെ കറണ്ട് അഫയേഴ്സിലും വരുന്നുണ്ട്, സ്പേസ് ആൻഡ് ടെക്നോളജിയുടെ കറണ്ട് അഫയേഴ്സിലും വരുന്നുണ്ട്. ഒന്നുമില്ല, ചെറിയ സാധനമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്? ഇതൊരു പുതിയ കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തതാണ് റീസെൻ്റ്ലി. എന്തിന്? നമ്മൾ ഇൻഡിജീനസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്പേസ് ടെക്നോളജീസ് പുറത്തേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി, അതായത് അതിൻ്റെ പ്രോപ്പർ ട്രേഡിങ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ കൊമേഴ്ഷ്യൽ വിങ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയും ഇന്ത്യയുടെ ഇൻഡിജീനസ് ടെക്നോളജി പുറത്തേക്ക് സെല്ല് ചെയ്ത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനും വേണ്ടി ഫോം ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, ന്യൂ കമ്പനി ടു സെൽ ISRO സ്പേസ് ടെക്നോളജി പ്രോഡക്ട്സ്. ISRO സ്പേസ് ടെക്നോളജി പ്രോഡക്ട്സ്. It will act as the commercial arm of Department of Science. It will act as the commercial arm of Department of Science. Department of Science. അടുത്തത് സ്പീഡ് കൂടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾക്ക് നമ്മൾ വലിയ എക്സ്പ്ലെയിൻ ചെയ്യണം, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്തത് 75/75. നിങ്ങൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ ഒക്കെ പോർഷൻ പഠിക്കുമ്പോൾ ആദ്യം മൊത്തം ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് തിയറി പഠിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയല്ലത്. കാരണം സ്റ്റാറ്റിക് പോർഷൻ ഭയങ്കര വലുതാണ്. അപ്പോൾ നിങ്ങൾ 22-ാം തീയതി വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പം ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു മേജർ ഷെയറും കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പൈലേഷനിൽ ഓരോ യൂണിറ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടാക്കുമെങ്കിലും കറണ്ട് അഫയേഴ്സ് യൂണിറ്റ് വൈസ് ആക്കുക. ഇപ്പോൾ സ്പേസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ പേപ്പർ 2-കകത്തുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്നിച്ച് ചെയ്യാം. എന്നിട്ട് ആ കറണ്ട് അഫയേഴ്സിൽ കാണുന്ന സാധനങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വായിച്ച് പോയാൽ മതി. ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഞാനിപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു, ഒരുപാട് പ്രൊജക്റ്റ് പറഞ്ഞു. ഈ പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ഇനിയും കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ 2 പ്രൊജക്റ്റ് ഒരു ദിവസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ, ആദ്യം വരുന്ന റിസൾട്ട് എടുത്ത് ഒന്ന് വായിച്ച് നോക്കാം. നിങ്ങൾ എഴുതിയൊന്നും വെക്കണ്ട, പക്ഷേ ജസ്റ്റ് അതിനെപ്പറ്റി ബ്രീഫായിട്ടൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾ വായിച്ച് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻ ഉറപ്പായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ബേസിക്കലി ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ മെമ്മറി ടെസ്റ്റ് ചെയ്യലാണോ? ആണോ? ചില ചോദ്യങ്ങൾ മെമ്മറി ടെസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ ബേസിക്കലി അതിൻ്റെ ഉദ്ദേശം വെദർ യു ഹാവ് ദ എബിലിറ്റി ടു ചൂസ് ദ റൈറ്റ് ആൻസർ എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പേർപ്പസ്. അതുകൊണ്ടാണ് ഓപ്ഷൻ തരുന്നത്. ഓപ്ഷൻ തരുന്നത് തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് അധികം മെമ്മറി ആവശ്യമില്ല എന്നാണ്. അപ്പോൾ പഠിക്കുമ്പോഴും അത് മനസ്സിലിരുത്തിയിട്ട് പഠിക്കുക. കാരണം അങ്ങനെ ഇപ്പോൾ ബൈഹാർട്ട് ഇല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഒരു 5 ചോദ്യം അതിനകത്ത് ഉണ്ടാവും. അത് പോട്ടെ, ബാക്കിയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് ആക്ച്വലി നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താലും മതി. ചിലർ പറയും ട്രിക്കി മെത്തേഡാണ് ഓപ്ഷൻസ് എലിമിനേറ്റ്, അങ്ങനെയൊന്നും അതായത് റൈറ്റ് മെത്തേഡാണ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്നതാണ് ആക്ച്വലി കറക്റ്റ് മെത്തേഡ്. അപ്പം നിങ്ങൾ കുറേ ഇതിനെപ്പറ്റി വായിച്ച് വിട്ടാലുള്ള ഗുണം, നിങ്ങൾക്ക് അറിയാത്തൊരു 20 ചോദ്യം എന്തായാലും അതിനകത്ത് ഉണ്ടാവും. ആ 20 ചോദ്യത്തിൻ്റെ അകത്ത് ഒരു 3-4 ഓപ്ഷൻസ് എങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അത് കറക്റ്റാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരു 80% മുകളിലുള്ള ബെൽറ്റിൽ ആയിരിക്കും മൊത്തം റാങ്ക് ലിസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഒരു അപ്പർ എഡ്ജ് കിട്ടണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻസീവായിട്ട് വായിക്കേണ്ടി വരും. അടുത്ത എഴുതാം 75/75 ഞാൻ പറഞ്ഞത്. ഇതെന്താ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടേ ഇല്ല. ദിസ് ഇസ് ഇന്ത്യാസ് പ്ലാൻ ടു ലോഞ്ച് 75 സാറ്റലൈറ്റ്സ് ബൈ 2022. 2022-നൊരു പ്രത്യേകത ഉണ്ട്.
അതെന്താന്ന് പറഞ്ഞാൽ ഈ പേരെന്താ വന്നതെന്ന് മനസ്സിലാവും. ഇന്ത്യയുടെ 75th ആനിവേഴ്സറി ആണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ 75th ആനിവേഴ്സറി ആകുമ്പോഴത്തേക്ക് 75 നാനോ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുക. വെറും സാറ്റലൈറ്റുകളല്ല, ദീസ് ആർ സാറ്റലൈറ്റ്സ് ഡെവലപ്ഡ് ബൈ വാരിയസ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പല ഓൾ അക്രോസ് ഇന്ത്യ, പാൻ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസിന് സെലക്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് അവർക്ക് ഇഷ്ടമുള്ള നാനോ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അതിന് വേണ്ട ടെക്നോളജി ISRO പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആ സാധനങ്ങളെല്ലാം ലോഞ്ച് ചെയ്ത് സ്കൈയിലെത്തിക്കാം. അത് മാത്രമല്ല, ഇത് ഇപ്പം സാറ്റലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരിക്കും മൊത്തം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളായിരിക്കും, IIT ആയിരിക്കും, അങ്ങനെയല്ല. ഫ്രം ഓൾ ദ ഡൊമൈൻസ്, ഫിലോസഫി, ആർട്സ്, മ്യൂസിക് തുടങ്ങിയ എല്ലാ ഡൊമൈനിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഐഡിയ കൊടുക്കുക, അതിനുള്ള നാനോ സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രൊജക്റ്റ് 22 ടാർഗറ്റുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ടൊരു പോസിബിൾ ചോദ്യമാണ്. ചിലപ്പോൾ മിക്കവാറും ഈ ചോദ്യം ചോദിക്കേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും. വിൽ ബി ഇൻവൈറ്റഡ് ഫ്രം IITs അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം അതിന് കറക്റ്റ് ആൻസർ എഴുതിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 75/75 prestigious project to launch 75 student built nano satellites by 2022. ഇത് ആരാ പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന അറിയോ? ടെക്നോളജിക്കൽ കോൺഗ്രസ് കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ? നിങ്ങൾ നാഷണൽ സയൻസ് കോൺഗ്രസ് കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ നടത്തുന്നത്. ഇവിടെ കൊല്ലം ചിന്നക്കടയിൽ വെച്ചാണ് നടത്തുക, സ്റ്റേറ്റ് ലെവലിൽ. നാഷണൽ ലെവൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ടെക്നോളജിക്കൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഒന്ന് എഴുതി വെച്ചോ, ദ ഡ്രീം പ്രൊജക്റ്റ് ഓഫ് ഇന്ത്യൻ ടെക്നോളജിക്കൽ കോൺഗ്രസ് അസോസിയേഷൻ. ഡ്രീം പ്രൊജക്റ്റ് ഓഫ് ഇന്ത്യൻ ടെക്നോളജിക്കൽ കോൺഗ്രസ് അസോസിയേഷൻ. ഇതിൻ്റെ ഇനാഗുറേഷനൊക്കെ പ്രൈം മിനിസ്റ്റർ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസിലുണ്ടായിരുന്നു. എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് സാറ്റലൈറ്റ്സിൻ്റെ? 3 to 12 kg ആണ്. സാറ്റലൈറ്റ്സ് വിൽ ബി ഓഫ് 3 to 12 kg സൈസ്. Developed by selected university students across pan India. Developed by selected university students എഴുതിയോ? ഇതിനെ പറ്റിയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈനിൽ എഴുതിയില്ല. പിന്നെ നിങ്ങൾ മെറ്റീരിയൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് കയറിയാൽ ഒരുപാട് കമ്പൈലേഷൻ കിട്ടും. കമ്പൈലേഷൻ എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിൻ്റെ മന്ത്ലി കമ്പൈലേഷൻ അല്ലെങ്കിൽ ആനുവൽ കമ്പൈലേഷൻ. അപ്പോൾ നിങ്ങൾ മന്ത്ലി കമ്പൈലേഷൻ ഡൗൺലോഡ് ചെയ്യാം, ഏതെങ്കിലും നല്ലത്. എന്നിട്ട് അതിനകത്ത് അവർ സെക്ഷൻ വൈസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നത്, പോളിറ്റി എന്നത്, എക്കണോമിക്സിൻ്റെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കറണ്ട് അഫയേഴ്സ് പറ്റുവാണെങ്കിൽ മന്ത്ലി എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക. എല്ലാം ഒന്നും പഠിക്കേണ്ട, അതിനകത്ത് കണ്ടമാനം ഉണ്ടാവും, അത് മൊത്തം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും കാണുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റിങ്ക്വിഷിങ് ആണെന്ന് തോന്നുന്ന സാധനങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മാക്സിമം ബിൽഡ് ചെയ്ത് നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരാൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശ സിലബസ് ഏരിയ പറഞ്ഞു തരാനേ പറ്റും. അപ്പം നെക്സ്റ്റ് വൺ എഴുതിക്കോ. 75 പറഞ്ഞു അല്ലേ? ഭുവൻ പോർട്ടൽ. കേട്ടിട്ടുണ്ടോ ഭുവൻ പോർട്ടൽ? ഇപ്പം അടുത്ത് വളരെ റീസെൻ്റ് ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷവും. എപ്പോഴാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ? ഇതുമായിട്ട് റിലേറ്റ് ആയിരുന്നു ന്യൂസിൽ വന്നത്. ജൂൺ 21 ആണ്. കഴിഞ്ഞ ഇൻ്റർനാഷണൽ യോഗ ഡേക്ക് ഭുവൻ യോഗ ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ISRO പ്ലേ സ്റ്റോർ വഴി. ദിസ് ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ യോഗ ഇവൻറ്റ്സ്. ഇപ്പോൾ യോഗ ഇവൻറ്റുകൾ എപ്പോഴും എവിടെ പുറത്താണ് നടത്തുന്നത്. ഇന്ത്യ നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് യോഗേനെ ഒരു ഇൻ്റർനാഷണൽ പ്രാക്ടീസ് ആക്കിയിട്ട് ഉയർത്തുന്നുണ്ട്. കാരണം ഒരു ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് ദ ഹയർ ഇസ് എക്സ്പെർട്ടീസ് ഓർ എക്സ്പോഷർ ഫോർ യോഗ, ബെറ്റർ ഈസ് അവർ വെൽത്ത്. അപ്പം യോഗ ബേസ്ഡ് ആയിട്ടൊരു എക്കണോമി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭുവൻ പോർട്ടലിൻ്റെ ഇനാഗുറേഷൻ യോഗ ആപ്പ് വഴി നടത്തിയത്. അപ്പോൾ എന്താ ഭുവൻ പോർട്ടൽ? ബേസിക്കലി ISRO റീസെൻ്റ്ലി വിട്ട സാറ്റലൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് പ്രൊവൈഡ് ചെയ്യാണ് കൺട്രിയുടെ അക്രോസ്.
അപ്പോൾ യൂഷ്വലി നമ്മൾ അത്ര ഹൈ റെസൊല്യൂഷൻ ഇമേജസ് മുന്നേ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പം ISRO ഈ ഭുവൻ പോർട്ടൽ വഴി വെരി ഹൈ റെസൊല്യൂഷൻ ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇമേജ് വെച്ചിട്ട് നമുക്ക് ഈവൻ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ കൗണ്ട് എടുക്കാം. അതിനാണ് ഭുവൻ യോഗ ആപ്പ് ഇറക്കിയത്. അപ്പോൾ ഒരു പരസ്യം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഇറക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, എന്നാലും ചോദിച്ചാലേ ഉള്ളൂ. ISRO's ഭുവൻ യോഗ ആപ്പ്, ISRO's ഭുവൻ യോഗ ആപ്പ് helps to access number of people participating in International Yoga Day. An International Yoga Day. International Yoga Day നടത്തുന്ന ഏത് മിനിസ്ട്രി അറിയോ? മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. ഇപ്പം മിനിസ്ട്രി ഓഫ് ആയുഷ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഹെൽത്തിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ? ഇല്ലെങ്കിൽ വായിക്കുക, പോളിറ്റിയുടെ കറണ്ട് അഫയേഴ്സിലാണ്. മിനിസ്ട്രി ഓഫ് കുറേ മിനിസ്ട്രികളെ അഗ്ലോമറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷാണ്. ഇന്നും ഉണ്ട് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഒരു ന്യൂസ്. കൊറോണ വൈറസ് ബാധത്തോടെ ഇന്നലെ മിനിസ്ട്രി ഓഫ് ആയുഷ് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ഒരു ഡിക്ലറേഷൻ ഇറക്കിയിട്ടുണ്ട്, പബ്ലിക് ഡിക്ലറേഷൻ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ റെസൊല്യൂഷൻ 2D and 3D images of the country. High resolution 2D and 3D images are available. അടുത്തത് ഡിഫൻസ് സ്പേസ് റിസർച്ച് ഏജൻസി. ഡിഫൻസ് സ്പേസ് റിസർച്ച് ഏജൻസി ഇങ്ങനൊരു സാധനം നമുക്കിപ്പോൾ ഉണ്ടോ? നിലവിലുണ്ടോ? ഡിഫൻസ് സ്പേസ് റിസർച്ച് ഏജൻസി. ഇപ്പോൾ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അങ്ങനത്തെ നമുക്ക് ഏജൻസികൾ കുറേ ഉണ്ട്. ഇപ്പോൾ RO, NIA, പിന്നെ CBI, ഇതൊക്കെ നമ്മളെ ഏജൻസീസാണ്. പർട്ടിക്കുലർ ടാസ്കുകൾക്ക് നമുക്ക് കൺട്രിക്ക് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ യൂണിയൻ ക്യാബിനറ്റ് റീസെൻ്റ്ലി ഒരു പുതിയ ഏജൻസി തുടങ്ങാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡിഫൻസ് സ്പേസ് റിസർച്ച് ഏജൻസി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ കാണുന്നുണ്ട് പൊട്ടൻഷ്യലി ഇച്ചിരി കാലം കഴിയുമ്പോൾ സ്പേസ് ത്രെട്ടുകൾ ഉണ്ടാവും. അപ്പം സ്പേസ് ഡിഫൻസും ആവശ്യം വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഭൂമിക്കുള്ളിലുള്ള ഡിഫൻസ് മെറ്റീരിയൽസ് പോലെ തന്നെ സ്പേസ് ഡിഫൻസ് മെത്തേഡ്സ് വേണം. അപ്പോൾ സ്പേസ് ഡിഫൻസിന് വേണ്ട ഇനഫ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഏജൻസിക്ക് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് എഴുതി വെച്ചോ. റീസെൻ്റ്ലി ക്യാബിനറ്റ് അപ്രൂവ്ഡ് an institution for research and development in space defense. And objective എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. Objective is creating space warfare weapon system. Creating space warfare weapon system.